പ്രിയരെ, പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏത് നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള പഠനത്തിന്റെ ഷോർട്ട് വീഡിയോ, രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തു എപ്രകാരം വെളിപ്പെടുന്നു? യെഹെസ്കേൽ 1:10 കാണപ്പെടുന്ന ദർശനത്തിലെ ആ ജീവിയുടെ രണ്ടാമത്തെ മുഖത്തോടാണ് ക്രിസ്തുവിനെ മർക്കോസ് സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. യെഹെസ്കേൽ കണ്ട ദർശനത്തിലെ മൃഗത്തിന്റെ രണ്ടാമത്തെ മുഖം കാള മുഖമാണ്. കാള നാം അറിയുന്ന പോലെ ഭാരം ചുമക്കുന്ന ഒരു ജീവിയാണ്. കാളയെ വണ്ടി വലിക്കുവാൻ, ഭാരങ്ങൾ ചുമക്കുവാൻ, നിലമുഴുവാൻ ഒക്കെയാണ് സാധാരണയായി ആളുകൾ ഉപയോഗിച്ചു വന്നത്. മർക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ വാസ്തവത്തിൽ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് വളരെ വിശിഷ്ടമായ നിലയിലാണ്. എന്ന് വെച്ചാൽ, മർക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു റോമാക്കാർക്ക് വേണ്ടിയാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം പറയുന്നു, ദ സഫറിംഗ് സെർവന്റ്, മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന ദാസനാണ് കർത്താവായ യേശു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ സ്വർഗത്താൽ നിയോഗിതനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസനാകിയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയാകട്ടെ, ജന്മത്തെ സംബന്ധിച്ചാകട്ടെ, വംശാവലി ചരിത്രമാകട്ടെ, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാതെ നേരിട്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരം ചുമന്ന് ഒഴിച്ച ദാസൻ എന്ന നിലയിൽ മർക്കോസ് റോമാക്കാർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരു പെർഫെക്റ്റ് മാൻ, റോമാക്കാർ ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായ ഒരു സമ്പൂർണ്ണ ജ്ഞാനമുള്ള, മനുഷ്യവർഗത്തിന്റെ പാപഭാരം ചുമക്കുന്ന, മനുഷ്യന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് മാൻ, പൂർണ്ണതയുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തുവിൽ മർക്കോസ് റോമാക്കാർക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ ഭാരം ചുമക്കുന്ന ദാസൻ എന്ന നിലയിലാണ് ഇവിടെ മർക്കോസ് റോമാക്കാർക്ക് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. അത് ശരിയാണ്. നമ്മുടെ പാപത്തിന്റെ ഭാരമുള്ള വിഴിപ്പുകെട്ട് ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു കാളയെപ്പോലെ ഭാരം ചുമന്ന് ഒഴിച്ച നമ്മുടെ കർത്താവായ യേശു, ആ യേശുവിനെ മർക്കോസ് ദാസൻ എന്ന നിലയിൽ ഈ സുവിശേഷത്തിൽ വരച്ചു കാണിക്കുന്നു.